ഹലോ ഗൈസ്, ഞാനിന്നിവിടെ കട്ടാൻ പോണ എൻ്റെ പൂന്തോട്ടമാണ്. അപ്പം നമുക്ക് കണ്ടാലോ. ഇത് കറ്റാർവാഴ. ഇത് മരുന്നിനൊക്കെ ഉപയോഗിക്കും. ഇതെന്താന്ന് എനിക്ക് അറിയില്ല. ഇത് വെള്ള റോസാണ് കേട്ടോ. പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായിരുന്നു പാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയായിട്ട് 10 മണിയുണ്ട്. അടുത്ത് ഇതാണ്ട റോസ് കളർ റോസുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, കുഞ്ഞു പൂക്കളാണ്. ഇതും 10 മണി തന്നെയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ ഇതാണ്ട ഇത് കണ്ടോ, ചീരയൊക്കെ ഉണ്ട്. നമുക്ക് ഓർക്കിഡ് ഉണ്ട്, പീച്ച് റോസയൊക്കെ ഉണ്ട്. കുറേ നാളായ കാരണം ഇത് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമ്മുടെ റോസ് ബോൾസി ഉണ്ട്. ഇതേമാതിരി തന്നെ ഇതിൻ്റെ കളറ് റോസാന്ന് തോന്നുന്നു. ബോൾസി ഉണ്ട്. റോസ് കളറിൽ മാങ്ങാനാറിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ചീര കരിഞ്ഞു പോയിട്ടുണ്ട്. ഇഞ്ചി ഉണ്ട്, അതേമാതിരി തന്നെ വീണ്ടും ചീരയുണ്ട്, ഇഞ്ചി, മാങ്ങാനാറി ഉണങ്ങിയത് വിത്തായിട്ട് നമുക്ക് എടുക്കാം. ഇത് വീണ്ടും നമ്മുടെ 10 മണി. ജറപറയുണ്ട്, മിന്റ് ലീഫ് ഉണ്ട്. ഇത് എവിടെ എനിക്കറിയില്ല, ഇതിൻ്റെ പേരും എനിക്കറിയില്ല. വീണ്ടും നമ്മുടെ മാങ്ങാനാറിയുണ്ട്, അതിൻ്റെ വിത്തുണ്ട്. ഇത് ജറപറയുടെ തന്നെ വേറെയാണ്. ഇത് നമ്മുടെ ശവനാറി, പിങ്ക് കളറ്. പിന്നെ ശവനാറി നമുക്ക് വെള്ള കളറും ഉണ്ട്. ഇതേമാതിരി വേണ്ട ഒരു പൂവുണ്ട് കേട്ടോ. ജമന്തി ഉണ്ട്, കണ്ടോ, നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊങ്ങിണി ഉണ്ട് കേട്ടോ, കണ്ടോ. വെള്ള ബോൾസി ഉണ്ട്, പിങ്ക് കളർ കണ്ടോ, പൂവുണ്ട്. പിങ്ക് ബോൾസ്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു തരം ഇലച്ചെടികളാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഇതൊരു ഇലച്ചെടി. ഇത് പുഴു കുത്തിയ മാതിരി ഇരിക്കെങ്കിലും ഇതൊരു ചെടിയാണ്. പിന്നെ കറ്റാർവാഴയുണ്ട്. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല. ഇത് നമ്മുടെ ആ ചെടിയാണ് ഓട്ടമുള്ളത്. അതേമാതിരി തന്നെ കുറേ ശംഖുപുഷ്പമുണ്ട്. നമുക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കാം, വെള്ളം ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് പയറാണ് കേട്ടോ. ഇവിടെ വഴുതനങ്ങയുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകുണ്ട്. അതേമാതിരി വീണ്ടും വഴുതനങ്ങ തന്നെ. തക്കാളി ഉണ്ട്, വെണ്ടയ്ക്കയൊക്കെ ഉണ്ട്. എന്താണ്ട മുറുക്കൂട്ടി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു മരുന്ന് ചെടിയാണ്. ശംഖുപുഷ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഓറഞ്ച് കളറ് മാങ്ങാനാറിയൊക്കെ ഉണ്ട്. പാവയ്ക്കുണ്ട് കേട്ടോ. കോവയ്ക്കുണ്ട്, മൈസൂർ മല്ലിയില ഉണ്ട്. ഇത് സാമ്പാറിലൊക്കെ ഇടും, നല്ലതാണ് മൈസൂർ മല്ലിയില. ഇതൊരു ചെടിയാണ്, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതേമാതിരി കൊണ്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതൊരു ഡബിൾ ഷെയ്ഡായിട്ടുള്ള ഒരു റോസയാണ്. രണ്ട് കുഞ്ഞ് കരിമുച്ചെടിയുണ്ട്, പിന്നെ വലുതും ഉണ്ട്. ഇതിൻ്റെ വിത്താണ് ഇത്. പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ. ഇത് കുന്നിക്കുരുവാണ്. ഇത് വിത്താവുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇത് കുന്നിക്കുരുവിൻ്റെ പൂവാട്ടോ. ഇത് റോസ് കളറ് കുഞ്ഞിതിൻ്റെ വലുതാണ് കേട്ടോ. ഇത് കൊല കുത്തി നിറയെ പൂവുണ്ടാവും. ഇത് റോസിൻ്റെ ചെറിയതാണ്. ഇതാണ് കാന്താരിമുളക് കേട്ടോ. ബട്ടർ പോപ്പിയാണ്. ഇത് പീച്ച് കളറ് റോസാണ് കേട്ടോ. ഇത് 10 മണികളാണ് കേട്ടോ. വേണ്ട,
കളറ് ബോൾസയാണ്. ഇവിടെ റെഡ് റോസ് ഉണ്ട്. ഇത് ഡബിൾ ഷെയ്ഡ് ഓർക്കിഡാണ്. കനകാംബരം ഉണ്ട്. മുല്ലപ്പൂവിൻ്റെ ഒപ്പം വയ്ക്കാം. ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികൾ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.